ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോയുള്ള കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിക്കൻ എല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ പിരിയൻ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചതച്ചതാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ചേരുവ ചേർക്കാം. വറ്റൽ മുളക് ചതച്ചത്. അത് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ചതച്ചെടുത്തത് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പൊടിയായിട്ടല്ല, നമ്മൾ കുറച്ച് ചതച്ചതായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ചിക്കനിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഈ ചേർത്തിരിക്കുന്ന മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം 15 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോഴായിരിക്കും ഈ ഒരു മാരിനേഷൻ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് കോട്ടാവത്തുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം റെഗുലറായിട്ട് കുക്ക് ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചേർത്തിരിക്കുന്ന മാരിനേഷനൊക്കെ ഓയിലിൽ മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം ഫ്ലെയിം ഒരു മീഡിയം ലോയിലിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് മറുവശം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇത് തിരിച്ചിടുന്ന സമയത്തും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മാരിനേഷനൊക്കെ ഈവനായിട്ട് ചിക്കനിൽ കോട്ടായി ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കാസറോളിലേക്ക് ഒരു പേപ്പർ ടവൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ടവലിലേക്ക് പകർത്താം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബാച്ചും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലുള്ള മാരിനേറ്റിംഗ് മസാല അതുപോലെ കറിവേപ്പില എല്ലാം കോരി മാറ്റാം. ഇത് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതെല്ലാം എടുത്ത് മാറ്റുന്നത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റ് സൈഡായിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചപ്പാത്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.